Hi and welcome to Twinkle Time Thoughts. സ്വർണസ്പർശം. ഒരിടത്ത് മിഡാസ് എന്നു പേരായ ശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശക്തിയേക്കാൾ ഉപരി അത്യാഗ്രഹത്തിനായിരുന്നു മുൻതൂക്കം. ചുറ്റിനുമുള്ള രാജ്യങ്ങളെല്ലാം കൊള്ളയടിച്ച് അയാൾ സമ്പന്നനായി തീർന്നു. ഒരിക്കൽ പ്രാർത്ഥനാനിരതനായ രാജാവിന്റെ മുൻപിൽ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, "അല്ലയോ രാജാവേ, നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. നിനക്കാവശ്യമുള്ള എന്ത് വരവും ചോദിക്കാം." അത്യാഗ്രഹിയായ മിഡാസ് എളിമയോടെ പറഞ്ഞു, "നമസ്കാരം ദേവി, തൊടുന്നതെല്ലാം പൊന്നാക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണം." ദേവി പുഞ്ചിരിയോടെ പറഞ്ഞു, "ഇന്നു മുതൽ നീ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നതാണ്." മിഡാസ് അതീവ സന്തുഷ്ടനായി. വരത്തിന്റെ ശക്തി പരീക്ഷിക്കുവാൻ മിഡാസ് തീരുമാനിച്ചു. ഒരു തൂണിൽ തൊട്ടുനോക്കി. ക്ഷണനേരം കൊണ്ട് കൊട്ടാരമാകെ സ്വർണമായി തീർന്നു. അന്നു മുതൽ അയാൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുവാൻ തുടങ്ങി. തുടക്കത്തിൽ തോന്നിയ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ആഹാരസാധനങ്ങൾ, വെള്ളം, പഴങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുവാൻ തുടങ്ങിയപ്പോൾ മിഡാസിന് ആദിയായി. ആരെയും ഒന്നിനെയും തൊടുവാൻ പറ്റാത്ത അവസ്ഥ. അരുമ മകൾ ഒരിക്കൽ സ്നേഹത്തോടെ ഓടിവന്ന് പിതാവിനെ ആലിംഗനം ചെയ്തു. അവളും സ്വർണമായിപ്പോയി. തന്റെ അത്യാഗ്രഹത്തിന്റെ ഫലം മനസ്സിലാക്കിയ മിഡാസ് മുട്ടുകുത്തി നിന്ന് പശ്ചാത്താപത്തോടെ കണ്ണീരൊഴുക്കുവാൻ തുടങ്ങി. ദേവത പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, "നീ ആഗ്രഹിച്ച പോലെ എല്ലാം സ്വർണമായി കിട്ടിയില്ലേ? ഇനിയും നിനക്ക് സന്തോഷമായില്ലേ?" മിഡാസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "എന്നെ ഇനിയും കളിയാക്കരുതേ. ഈ ശക്തി ഇനി എനിക്ക് വേണ്ട. എന്റെ ക്രൂരതയും അത്യാഗ്രഹവും എന്നിൽ നിന്ന് പോയിരിക്കുന്നു. എന്നെ ഒരു സാധാരണ മനുഷ്യനാക്കിയാലും പ്രജകളെ മനസ്സിലാക്കുന്ന ഒരു സാധാരണ രാജാവാകണം എനിക്ക്." ദേവത വരം പിൻവലിച്ചു. പിന്നീടുള്ള കാലം മിഡാസ് പ്രജകളെ സേവിച്ച് സന്തോഷമായി കഴിഞ്ഞു പോന്നു. ഗുണപാഠം: ദുരിതങ്ങൾക്ക് മൂലകാരണം അത്യാഗ്രഹമാണ്. Thank you for watching. Please do share, like, and subscribe our channel. Thank you.